നമ്മൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും ചടങ്ങ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. കല്യാണമാണ്, മകളുടെ കല്യാണം മെയ് 5-ാം തീയതി. വില കൂടുന്നതിനനുസരിച്ച് സ്വർണം നമുക്ക് അന്യമാക്കേണ്ട അവസ്ഥയാണ് പോകുന്നത്. സ്വർണ്ണമില്ലാതെ ആളുകളാണ് ഇന്ന് കല്യാണം. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ ചടങ്ങ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ചടങ്ങ് ചെയ്തല്ലേ പറ്റുള്ളൂ. 1 ലക്ഷം രൂപ ആയിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. 5 പവൻ സ്വർണം പോലും നമുക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് ചെയ്യാൻ, ഒരു സാധാരണക്കാരന് ഒരു 10-30 പവനൊക്കെ ഇടുന്നവർ വിചാരിക്കുന്ന ഒരു കൊച്ചിന് എത്ര പവൻ ഇടാൻ പറ്റും അവർക്ക്? വാങ്ങുന്ന ആൾക്കാർ വാങ്ങും, വാങ്ങാൻ പറ്റാത്തവർ വാങ്ങാണ്ടേനെ ഇരിക്കും. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് എടുക്കാനായിട്ട്. ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. കല്യാണം നാളെ മറ്റന്നാളുമാണ്. ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ബുക്ക് ചെയ്ത ദിവസത്തെ വിലയാണ്. അതുകൊണ്ട് കുറച്ച് ലാഭത്തിന് കിട്ടുന്നു. ഇപ്പോഴായിരുന്നെങ്കിൽ നടക്കില്ല. സാധാരണക്കാർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് മുതൽ മേളിലോട്ടുള്ളവർക്കൊക്കെയും അവരെങ്ങനെയെങ്കിലും വാങ്ങാറുണ്ട്. പക്ഷെ തീരെ ലോയിൽ കിടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പെൺകുട്ടികളുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് വളരെ ദുസ്സഹമായാണ് തോന്നുന്നത്. ഇതിനെന്തെങ്കിലും ഒരു നിലപാട് സർക്കാർ എടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു കുട്ടിയുള്ളവർക്ക് പോലും ഇപ്പോൾ അയക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 1 ലക്ഷം, ഒരു പവൻ്റെ ഉരുപ്പടി വാങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. അതിന് ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ഞങ്ങളൊരു തട്ടുകട നടത്തുന്നവരാണ്. നമുക്ക് 1 ലക്ഷം രൂപ എവിടുന്ന് പെട്ടെന്ന് ഒളിപ്പിക്കാൻ പറ്റും? കുറഞ്ഞതൊരു കുട്ടിക്ക് ഒരു 10-25 പവൻ്റെ ഉരുപ്പടിയെങ്കിലും കൊടുക്കണ്ടേ? അത് ഇന്നത്തെ കാലത്ത് കൊടുക്കാൻ പറ്റൂല. നമുക്കാണെങ്കിൽ സേവ് ചെയ്യാനുള്ള നിവർത്തിയുമില്ല. 10 രൂപ 20 രൂപ കച്ചവടം ചെയ്യണം, നമ്മൾ എങ്ങനെ സേവ് ചെയ്യും? അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും നിലപാട് എടുത്തേ പറ്റുള്ളൂ. ഒരു 11 വർഷങ്ങൾക്ക് മുമ്പ് 19,700-നൊക്കെ ആയിരുന്നു ആഭരണം കിടന്നത്. ഇപ്പോൾ അത് മാറിയാണ് 1 ലക്ഷം രൂപ പണിക്കൂലി ഉൾപ്പെടെ ആയിരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നിലപാട് സർക്കാർ എടുത്തേ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് അതിനെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി തരണം. സ്വർണം മാത്രമല്ല, എല്ലാ സാധനങ്ങളും വില കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഞങ്ങളൊന്നും ഇതുവരെ സേവ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. 20 രൂപ ചായ വിറ്റ് നടക്കണം. നമ്മളെങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി സേവ് ചെയ്യും? അവളെ വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യങ്ങൾ, വിവാഹത്തിനുള്ള സേവിങ് അക്കൗണ്ട്, ഇതൊന്നും നമ്മളെ കൊണ്ട് താങ്ങാത്തതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരു 30 വർഷത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ 3,500 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഇന്ന് ഈ വില കുതിച്ച് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലെ അമ്മമാർക്ക് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ഈ സ്വർണ്ണ വിലയിൽ കുറവ് തരണമെന്ന് അമ്മമാരുള്ള എല്ലാവരും പറയണം. കുട്ടികളെ അയക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ടുള്ള നടപടികൾ ചെയ്യണം. ഇങ്ങനെ വില കൂടുകയാണെങ്കിൽ നമ്മൾ സ്വർണ്ണം ഒഴിവാക്കിയപ്പോൾ അത് എല്ലാ അമ്മമാർക്കും ആഗ്രഹം കാണൂലേ? കുട്ടിക്ക് ഒരു നല്ലൊരു കല്യാണം നടത്തണം, അങ്ങനെയുള്ള ഇത് കാണൂലേ? അപ്പോൾ ഈ സ്വർണ്ണ വിലയിൽ മാത്രം നമുക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റൂലല്ലോ. മറ്റുള്ള ബഡ്ജറ്റ് നോക്കണ്ടേ? യാതൊരു അമ്മയ്ക്കാണ് മക്കളെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? വാങ്ങാൻ ഇഷ്ടം പോലെ ജനങ്ങൾ പറഞ്ഞുണ്ട്. നമ്മളെ കൊണ്ട് പറ്റണില്ല. വാങ്ങാൻ ഇഷ്ടം പോലെ ജനങ്ങൾ സ്വർണം വാങ്ങാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും സർക്കാരിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകണം നമ്മളെപ്പോലുള്ള അമ്മമാർക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.